ഉണ്ണീശോയുടെ കഥ. അഗസ്റ്റസ് സീസറിന്റെ ഭരണവർഷം ഹെറോദേസ് എന്ന രാജാവിന്റെ കാലത്താണ് യൂദയായിലെ ബെത്ലഹേമിൽ ഉണ്ണീശോ ജനിക്കുന്നത്. ജോസഫും മറിയവും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന സമയം, അതായത് വിവാഹത്തിന് മുൻപ്, ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: മറിയമ്മേ, നീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ദൈവപുത്രനായ ആ കുഞ്ഞിന് ഈശോ എന്ന് പേരിടണം. എന്നും ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ആഗ്രഹിച്ച അമ്മ പറഞ്ഞു: ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അങ്ങനെ ഏതാനും നാളുകൾക്ക് ശേഷം നസ്രത്തിൽ നിന്നും യൂദയായിലെ ബെത്ലഹേമിലേക്ക് അവർ ഒരു യാത്ര നടത്തി. അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന പ്രകാരം ജനസംഖ്യയിൽ പേര് ചേർക്കാൻ. ആ യാത്രയിൽ മാതാവിന് പ്രസവ സമയമായി. അവർ സത്രത്തിൽ സ്ഥലം അന്വേഷിച്ചു, കിട്ടിയില്ല. മറ്റു ഭവനങ്ങളിൽ അന്വേഷിച്ചു, കിട്ടിയില്ല. അവസാനം അവരൊരു പുൽത്തൊഴുത്തിലെത്തി. മാതാവ് ഈശോയെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു: സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. അവരാണ് ഉണ്ണീശോയെ ആദ്യം കണ്ടത്. പൗരസ്ത്യ ദേശത്ത് നിന്നു വന്ന 3 രാജാക്കന്മാർ. അവരും ഉണ്ണിയെ തേടി ജെറുസലമിലെത്തി. കിഴക്ക് അവർ കണ്ട ആ നക്ഷത്രം, അത് അവർക്ക് മുന്നേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ഉണ്ണി കിടക്കുന്ന സ്ഥലത്തിന്റെ മുകളിൽ വന്ന് നിന്നു. അവർ കുമ്പിട്ട് ആരാധിക്കുകയും പൊന്ന്, മീറ, കുന്തിരിക്കം എന്നിവ കാഴ്ചയർപ്പിക്കുകയും ചെയ്തു. സന്മനസ്സുള്ളവരിലാണ് ഈശോ വരുന്നത്. എന്തെന്നാൽ സന്മനസ്സുള്ളവർക്കാണ് സമാധാനം.
കുന്നിൽ നാഥൻ യാഗമായി മാറി. അന്നു കാൽനടയായി നാഥൻ മലമുകളേറി. അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ. അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ. എന്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ. കാൽവരിക്കുന്നിൽ സാദാപ പദമഗരേ രേഗ സാനി പനി സരേ സാ പഗരേ സപ പഗരേ സദാ ദദ പഗരേ നീ പമദ മരേഗ പഗരേ സനി ദ പഗരേ സപ പപ പപ മഗരേ സദനി ദദ നി ദ മഗരേ ബബ ബബ ദബ മരേ സഗരേ സനി ദ പനി സരേ ഗ ഗ ഗ ഗ ഗ ഗ പ സരേ ഗ മമ മമ ഗ ഗ ഗ ഗ ഗരേ രേ രേ ഗരേ നിസ പമ പമ ഗ ഗ ഗ ഗ ഗ ഗബദ ബദ മ ഗ ഗരേ മമ മമ ഗ ഗ ഗ ഗ പമ ദ പമ രേ സ മമ മമ ഗ ഗ ഗ ഗ പമ ദ പമ രേ സ മമ മ ഗ ഗ ഗ പമ ദ പമ രേ പ സ രേ സ. യഹൂദയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാ
പരീക്ഷയെല്ലാം ഭൂമിമേൽ തിരയഴിയ വണ്ണം കാതരുൾവാൻ കഴിവുപേശുകമാക്കുമെന്തേ പട്ടുടൻപാടി പുഴവ പവിഴമു തൂമാലയും തിരയലങ്കരിച്ച വന്ദനിൽ വന്നുലകവേണം മാതുമൻ. അന്നൊരു നാളിൽ മിന്നണരാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ. മഞ്ഞണിപ്പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ. പിന്നിലോ താരകം, മണ്ണിലോ ആരവം, നെഞ്ചിലോ ബാൻഡടിയോ മാറാകെ ഊരാകെ പല വഴികളിൽ വകകളിലൊരു ചിരിക്കപ്പെട്ട ഉള്ളാകെ വിതരവാണേ നേരാനേ പട്ട പമ്പന്തങ്കി താട്ടെ ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. പൊട്ട പമ്പന്തങ്കി താട്ടെ ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. Christmas, we wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. ടീച്ചേഴ്സ് അവതരിപ്പിക്കുന്ന ദൃശ്യാവിഷ്കാരം. ഇത് വെറും ഒരു ത്രേസ്യ ചേട്ടത്തിലെയോ മറിയമ്മ ചേട്ടത്തിലെയോ കഥയല്ല, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന അമ്മമാരുടെ കഥയാണ്. മക്കളായും മരുമക്കളായും കൊച്ചുമക്കളായും നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്ന ഒരു കഥയാണിത്. ഇതിൽ നിന്നും ഉൾക്കൊള്ളുന്ന ഓരോ മെസ്സേജിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കി ഇതാ ഈ എളിയ ഉപഹാരം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. ക്രിസ്തു ഈ വീടിന്റെ നായകൻ എന്ന ഉറച്ച വിശ്വാസത്തോടെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ത്രേസ്യാമ്മ ചേട്ടത്തി, നാട്ടുകാരുടെ പ്രിയപ്പെട്ട ടീച്ചറമ്മ, ഇതാ നിങ്ങൾക്ക് മുൻപിൽ. ഹലോ, ആ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മക്കളൊക്കെ എന്ത് ചെയ്യും മോളെ? ജോലി ജോലി എന്തൊക്കെ പറഞ്ഞ് സമയത്ത് ആഹാരം കഴിക്കാതെ ഇരിക്കല്ലേ. നിങ്ങൾ ക്രിസ്മസിന് വരുമെന്ന് പറഞ്ഞിട്ട് എന്ന് വരുന്നേ? ഓക്കെ അമ്മച്ചി, ഞങ്ങൾ നാളെ വരും നാട്ടിലേക്ക്. ചേച്ചിയും വരുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് കുറെ നാളായി.
കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സന്തോഷമായി മക്കളെ, നിങ്ങളെ കാണാൻ കൊതിയായി. എന്റെ ദൈവമേ, എന്റെ മക്കൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്നു. എടി അന്നക്കൊച്ചേ, ഇങ്ങോട്ട് വന്നേടി. എന്താ അമ്മച്ചി രാവിലെ ഭയങ്കര സന്തോഷത്തിലാണല്ലോ? നീ പറ, എങ്ങനെ സന്തോഷിക്കാതിരിക്കും? എന്റെ മക്കളെ ഒന്ന് അടുത്ത് കണ്ടിട്ട് എത്ര നാളായി. എന്നും എന്റെ കർത്താവ് തമ്പുരാനോട് ഞാൻ പ്രാർത്ഥിച്ചതിന്റെ ഫലം അവര് നാളെ വരുമടി. എന്റെ മക്കളെ നാളെ വരും. നീ എളുപ്പം പോയി കുറച്ച് താറാവും കൊഞ്ചും കരിമീനും ഒക്കെ നല്ലത് നോക്കി വാങ്ങിച്ചോണ്ട് വാ. അവർക്കൊന്നിനും ഒരു കുറവും വരാൻ പാടില്ല. നീ മാർക്കറ്റിൽ പോയിട്ട് അവരോട് ഇവരോട് ഒന്ന് സംസാരിച്ച് സമയം കളയാതെ വേഗം പോയിട്ട് വാ. ഒരു ഓട്ടോ പിടിച്ച് പോയിക്കോ. എന്റെ അമ്മച്ചി, ഞാൻ ആരോടും അങ്ങോട്ട് പോയി സംസാരിച്ചു നിൽക്കുന്നതല്ല. എല്ലാവരും എന്നോട് അവരുടെ ടീച്ചറമ്മയുടെ വിശേഷം ചോദിക്കുന്നതാ. ഞാൻ എന്ത് ചെയ്യാനാ? ഓ, എനിക്ക് എന്ത് നന്മയാ ഉള്ളത്. ആ, എന്തെങ്കിലും ആവട്ടെ, നീ വേഗം പോയിട്ട് വാ. ശരി അമ്മച്ചി. ത്രേസ്യാമ്മേ, നീ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്നാ പറ്റി? എന്റെ വത്സമേ, നിന്നെ ഈ സന്തോഷം എങ്ങനെ അറിയിക്കാന്ന് ഓർത്തിരിക്കുവായിരുന്നു ഞാൻ. എടി, എന്റെ മക്കള് വരുന്നടി. ഞാൻ എത്ര നാളായി അവരെ ഒന്ന് കണ്ടിട്ട്. ആഹാ, എല്ലാരും ആണോ ഓടി വരുന്നത്? കൊച്ചുമക്കൾക്ക് അതിനെ മനസ്സിലാവോടി? അതല്ലേ രസം. എല്ലാം അവര് സർപ്രൈസ് ആക്കി വെച്ചേക്കുവാ. എനിക്ക് എന്തൊക്കെയോ സർപ്രൈസ് ആയിട്ടാണ് അവര് വരുന്നത്. അതെ, നമ്മുടെ അന്നപ്പച്ച അടുത്ത ആഴ്ച അവിടെ ഭർത്താവിന്റെ കൂടെ പോവല്ലേ? പിന്നെ ആരാടി നിനക്ക് കൂട്ട്? ഒന്ന് ഓടി. അതിനല്ലേ എന്റെ മക്കള് രണ്ടുപേരും കൂടെ വരുന്നത്. അന്നെ കൊച്ചു പോയി കഴിയുമ്പോ ഞങ്ങൾ അങ്ങ് പോകും. അപ്പൊ നീ ഓസ്ട്രേലിയക്കാണോ ജർമ്മനിക്കാണോ പോകുന്നത്? അവര് വരട്ടടി, എന്നിട്ട് തീരുമാനിക്കാം അതൊക്കെ. ആഹാ, നീ ഇത്ര പെട്ടെന്ന് വന്നോ? എല്ലാം കിട്ടിയോടി? കിട്ടി അമ്മച്ചി, എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളാ. കരിമീൻ പിടയ്ക്കുന്ന അമ്മച്ചിക്ക് കാണണോ? വേണ്ട വേണ്ട, നീ പോയി അത് വേഗം നല്ല രുചിയായിട്ട് ഉണ്ടാക്കി. എന്നാലും എന്റെ ത്രേസ്യാമേ, അന്നക്കൊച്ചൊന്ന് പോവല്ലേ? അവള് നിനക്ക് നല്ല ഒരു കൂട്ടായിരുന്നു എന്ന് മാത്രമല്ല, സ്വന്തം അമ്മയെ പോലെയല്ലേ അവള് നിന്നെ നോക്കുന്നത്. നിനക്കും അങ്ങനെ തന്നെ. ഓ, എന്നാലും എന്റെ അന്നക്കൊച്ചിനും വേണ്ടായ ഒരു ജീവിതം. എന്റെ കൂടെ കൂടിയിട്ട് വർഷം എത്ര കഴിഞ്ഞു. എനിക്ക് എന്റെ മോളെ പോലെയാണ് അവൾ. എന്നതുകൊണ്ടല്ലേ ഞാൻ തന്നെ ഒരു പയ്യനെ കണ്ടുപിടിച്ച് അവളുടെ കല്യാണം നടത്തി കൊടുത്തത്. ഇനി ഇങ്ങനെ രണ്ടിടത്ത് അല്ല അവര് ജീവിക്കേണ്ടത്. ഉടനെ അവൻ വന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്നെ പോലെ നല്ല മനസ്സുള്ള ഒരാളെ ഈ കാലത്ത് കണ്ടു കിട്ടുമോ എന്റെ ത്രേസ്യാമേ? നമ്മൾ ജീവിക്കുമ്പോൾ ആർക്കെങ്കിലും ഒക്കെ നന്മ ചെയ്യുക, ആരുടെയും വിരോധം കിട്ടുന്ന രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുക. അതിൽ പരം സന്തോഷം എന്താ ഉള്ളത്? എന്റെ ത്രേസ്യാമേ, നിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴാ ഒരു സന്തോഷവും സമാധാനവും. ഇനി നീ അങ്ങ് പോയാ പിന്നെ ഞാൻ എന്നാ ചെയ്യും? ആഹാ, രണ്ടുപേരും ഇനി ഒരു ചായയൊക്കെ കുടിക്കേ. എന്നിട്ട് മതി കഥ പറച്ചിലും പരിദൂഷണവും. എന്തുവാടി ഞങ്ങൾ പരിദൂഷണം പറഞ്ഞത്? നല്ല അടി. എന്റെ പൊന്നമ്മച്ചി, ഞാനൊന്ന് തമാശിച്ചതല്ലേ. അമ്മച്ചിയുടെ ദൈവമല്ലേ, എന്റെ പൊന്ന. എടി കൊച്ചേ, നിന്ന് ചിടുങ്ങാതെ. നീ കറിയൊക്കെ വെച്ചോ? താറാവ് മപ്പാസ് അല്ലേ വെച്ചത്? മിനിമോൾക്ക് താറാവ് മപ്പാസ് എന്ന് വെച്ചാ ജീവനാ. എന്റെ അമ്മച്ചി, എല്ലാം റെഡി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടോടി. അന്ന കൊച്ചിന്റെ ചായയിൽ നിന്റെ കൂടെയുള്ള ഈ നേരം പോക്ക് വർത്താനമൊക്കെ ഇനി എത്ര ദിവസം പോട്ടെടി ത്രേസ്യാമേ. എന്നാ ശരി അന്ന കൊച്ചെ, വത്സമ്മച്ചി ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കണേ. ഒരു കാറിന്റെ ശബ്ദമല്ലേ ആ കേട്ടത്? കാറ് വന്നോന്ന് തോന്നുന്നു. അന്നപ്പച്ചേ, എന്റെ മക്കള് വന്നു എന്ന് തോന്നുന്നു. നീ വേഗം പോയി കഴിക്കാനുള്ളതൊക്കെ ഒന്ന് മേശയിലെടുത്ത് വെക്ക്. അമ്മച്ചി, അമ്മച്ചി. മക്കളെ, എന്നെ ഒന്ന് വിട്ടേ. എന്റെ കൊച്ചുമക്കളെ കണ്ണ് നിറച്ച് കാണട്ടെ. മക്കളെ, അമ്മച്ചിയുടെ അടുത്തൊന്നും വേടാ. ഒന്ന് നോക്കിക്കേ അമ്മച്ചിയെ. അമ്മച്ചി ഒന്ന് കണ്ണ് നിറയെ കാണട്ടെ നിങ്ങളെ. മക്കളെ, Wait for a sec. Total nuisance.
അമ്മച്ചി അവരെ നിർബന്ധിക്കണ്ട, അവരൊന്ന് ഫ്രീ ആവട്ടെ, എന്നിട്ട് അമ്മച്ചിയുടെ അടുത്ത് വരാൻ ഞങ്ങൾ പറയാം. അവർക്കാണ് ഇന്ത്യ എന്ന് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല. പിന്നെ ദുബായ് വഴി വരാന്ന് പറഞ്ഞത് കൊണ്ടാ വന്നത് തന്നെ. ഓ, അതൊന്നും സാരമില്ല. അന്നെക്കൊച്ച് പോയി കഴിയുമ്പോൾ എനിക്ക് ഇവിടെ തന്നെ പറ്റത്തില്ലല്ലോ. ഞാന് ഇന്നിവിടെ എത്തി കഴിയുമ്പോൾ കയ്യിലെടുത്തോളാം എന്റെ കുഞ്ഞുമക്കളെ. അമ്മച്ചി അമ്മച്ചി അകത്തോട്ട് ചെന്ന് റെസ്റ്റ് എടുക്ക, ഞങ്ങളൊന്ന് സംസാരിക്കും. എടി, ഞാനേ അമ്മച്ചിയെ മനഃപൂർവ്വം പറഞ്ഞു വിട്ടതാ. നിനക്ക് അമ്മച്ചിയെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? എനിക്ക് പറ്റത്തില്ല കേട്ടോ. അവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്. അമ്മച്ചി വന്ന് അത് താറുമാറോ. ചേച്ചി എന്തോന്നായി പറയുന്നത്? നമ്മളെല്ലാം നേരത്തെ സംസാരിച്ച് സെറ്റിൽ ചെയ്തതല്ലേ. അമ്മച്ചിയെ നോക്കാനും കൊണ്ടു നടക്കാനും ഒന്നും എനിക്ക് പറ്റത്തില്ല. അടുത്ത മാസം ഞങ്ങളൊരു യൂറോ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് പറ്റത്തില്ല അമ്മച്ചിയെ ചുമന്നുകൊണ്ട് നടക്കാൻ. എന്നാ പിന്നെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ നമുക്ക് അമ്മച്ചിയെ അവിടെ ആക്കാം. നമ്മൾ എന്ത് പറഞ്ഞ് ഇവിടെ നിന്ന് കൊണ്ടുപോകും ചേച്ചി? അമ്മച്ചി വരുമോ? നമുക്ക് ടൂറ് പറഞ്ഞ് പോവാന്ന് പറഞ്ഞ് ഇവിടെ ഒന്ന് കൊണ്ടുപോവാം. എന്നിട്ട് അവിടെ കൊണ്ടാക്കിയിട്ട് വേണം നമുക്കൊന്ന് കറങ്ങാൻ പോവാൻ. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ഒന്ന് അടിച്ച് പൊളിക്കാം. ആ കോട്ടയത്ത് വന്ന ലുലുമോളിലും ഒന്ന് പോകാം. എന്ത് പറയും ചേച്ചി വാ മക്കളെ, നമുക്ക് വല്ലതും കഴിക്കാം. നിങ്ങൾക്ക് വിശപ്പും ദാഹവും ഒന്നും ഇല്ലേ? എടി അന്നെ കൊച്ചേ, ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചോ മോളെ? അമ്മച്ചി, ഞങ്ങൾ കഴിക്കാം. അതിനു മുമ്പ് അന്നക്കൊച്ചിനോടൊരു കാര്യം. നീ ഇന്ന് തന്നെ പൊക്കോ കേട്ടോ. നാളെ ഞങ്ങൾ അമ്മച്ചിയും കൊണ്ട് ടൂറിന് പോവാ. അയ്യോ അമ്മച്ചി, ചേച്ചി പറയുന്നത് കേട്ടോ. ഞാൻ ഇന്നും കൂടെ എന്റെ അമ്മച്ചിയുടെ കൂടെ നിന്നോട്ടെ. നാളെയല്ലേ ഇച്ചായം വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നെ വിളിച്ചോണ്ട് പോവാൻ അമ്മച്ചി പ്ലീസ്. ഇന്ന് ഞാൻ പോവില്ല അമ്മച്ചി, എന്നെ വിടലേ അമ്മച്ചി. ആ, അത് മതി കൊച്ചേ, നീ വിഷമിക്കേണ്ട. നാളെ ഞങ്ങൾ ടൂറ് പോകാൻ ഇറങ്ങുന്ന കൊണ്ട് നീ ഇറങ്ങിയാ മതി. വാ മക്കളെ, വല്ലതും കഴിക്കാം. കർത്താവേ സ്തോത്രം. എന്റെ മക്കൾ എത്ര നല്ല മനസ്സുള്ളവരാ. ഈ ആരോരും ഇല്ലാത്തവരുടെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ. ദൈവത്തിന് സ്തോത്രം. അമ്മച്ചി അമ്മച്ചി ഇവിടെ ഇരിക്കൂ. ഞങ്ങൾ അകത്ത് പോയിട്ട് വരാം. ഹലോ മാഡം, നിങ്ങൾ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു ഓസ്ട്രേലിയയിൽ നിന്നും. ഇതെന്റെ സിസ്റ്റർ, ഇവിടെ ജർമ്മനിയിലാണ്. ഞങ്ങളുടെ അമ്മച്ചിയുടെ കാര്യം ഞങ്ങൾ അന്ന് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഓ ശരി ശരി, ഓർമ്മ വന്നു. പ്രായമാകുമ്പോൾ മാതാപിതാക്കൾ ഒരു ഭാരമാണല്ലേ നിങ്ങൾക്ക്. ഒരു നാൾ നിങ്ങൾ ഇതേ പ്രായത്തിലെത്തും എന്നൊരു ഓർമ്മ ഉണ്ടാകണം. ശരി ശരി, എവിടെ നിങ്ങളുടെ അമ്മച്ചി? അയ്യോ, ആരിത്? ഞങ്ങളുടെ ടീച്ചറമ്മയോ? അയ്യോ, മക്കളെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. അല്ല, അമ്മച്ചി മാഡം അതിനറിയാമോ? അമ്മച്ചിയെ അറിയാമോന്നോ? അമ്മച്ചിയല്ലേ ഈ സ്ഥാപനത്തിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നതും സഹായിക്കുന്നതും. എല്ലാ വിശേഷ ദിവസങ്ങളിലും അമ്മച്ചി ഇവിടെ ഞങ്ങളോടൊപ്പമാണ് ചിലവഴിക്കുന്നത്. അല്ലടി മക്കളെ, നിങ്ങൾ ഈ അമ്മച്ചിയുടെ കാര്യമാണോ എന്നോട് സംസാരിച്ചിരുന്നത്? അതേനേ, അമ്മച്ചിയുടെ അഹങ്കാരം കൊണ്ട് അമ്മച്ചിയെ നോക്കിയിരുന്ന പെണ്ണിനെ അമ്മച്ചി തന്നെ കെട്ടിച്ചുവിട്ടു. അതുകൊണ്ട് ഇപ്പോ ആ അമ്മച്ചിയെ നോക്കാൻ ആരുമില്ല. ഞങ്ങൾക്ക് ആർക്കും അതിന് സമയവും ഇല്ല. മാത്രവുമല്ല, അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലിന് അമ്മച്ചി ശരിയാവില്ല. സ്റ്റാറ്റസിന് ചേർത്തതൊന്നും. രണ്ടു പേരും ഒന്ന് എണീറ്റ്. നിനക്കൊക്കെ ആരാണ് ഈ സ്റ്റാറ്റസ് അഡ്രസ്സും ഒക്കെ ഉണ്ടാക്കി തന്നത്? അപ്പനാര് അമ്മയാര് എന്നറിയാമോ? അയ്യോ മാഡം, ഒന്നും പറയില്ലേ മക്കളോട്? ടീച്ചറമ്മേ, ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണം. അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നിങ്ങൾക്ക് എന്താ വട്ടാണ്? മര്യാദയ്ക്ക് സംസാരിക്കണം. ഞങ്ങൾ അപ്പനോ അമ്മയോ ഒന്നും ഇല്ലാത്തവരല്ല. ഇത് ഞങ്ങളുടെ അമ്മ. പപ്പായെ ഞങ്ങൾ കണ്ടിട്ടില്ല. മരിച്ചുപോയി എന്നാണ് അമ്മച്ചി പറഞ്ഞത്. എന്നാൽ നിങ്ങൾ രണ്ടും കേട്ടോ. ഈ നിൽക്കുന്നത് നിങ്ങളുടെ അമ്മയുമല്ല
ഈ ടീച്ചറമ്മ കല്യാണം കഴിച്ചിട്ടുമില്ല. ഓരോ ക്രിസ്മസ് ദിനത്തിലും അമ്മത്തൊട്ടിൽ നിന്ന് കിട്ടിയ കുഞ്ഞുങ്ങളാണ് നിങ്ങൾ രണ്ടുപേരും. ഈ ടീച്ചറമ്മ നിങ്ങളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചു വളർത്തി. നിങ്ങൾക്ക് വേണ്ടി അവർ അവരുടെ ജീവിതം മാറ്റിവെച്ചു. അപ്പോൾ ആ പാവം നിങ്ങൾക്ക് ഒരു ഭാരമായി അല്ലേ? ഹലോ അന്നക്കൊച്ചേ, എന്തുവാടി മോളെ? അമ്മച്ചി, അമ്മച്ചി എവിടാണ്? പോകുന്നതിന് മുമ്പ് എനിക്ക് ഒന്നുകൂടെ അമ്മച്ചിയെ കാണണം. മോളെ, ഞാൻ ഇവിടെ ഈ സ്നേഹസംഘത്തിലാ. അമ്മച്ചി, അമ്മച്ചി എന്തോ ഈ പറയുന്നത്? സ്നേഹസദനത്തിലോ? ഞാൻ ദേ വരുവാ എന്റെ അമ്മച്ചിയുടെ അടുത്തേക്ക്. അമ്മച്ചി, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ ഒന്നും അറിയിച്ചില്ല അമ്മച്ചി. എന്നിട്ട് ഞങ്ങൾ അമ്മച്ചിയോട് ചെയ്തതോ പൊറുക്കാനാവാത്ത തെറ്റ്. ക്ഷമിക്കമ്മച്ചി, ക്ഷമിക്ക് ഞങ്ങളോട്. ദൈവം ഞങ്ങളോട് പൊറുക്കില്ല. ഞങ്ങളുടെ കൂടെ വരാമോ അമ്മച്ചി, പ്ലീസ്? ഇനി ഒരിക്കലും ഞങ്ങൾ അമ്മച്ചിയെ ഉപേക്ഷിക്കില്ല. പൊന്നു പോലെ നോക്കിക്കോളാം. സാരമില്ല മക്കളെ, ഇതൊക്കെ ഇപ്പോൾ ലോക സഹജമല്ലേ. അമ്മയും ഒപ്പനും പ്രായമാകുമ്പോൾ ആർക്കും വേണ്ട. മാതാപിതാക്കൾ ഒരു ഭാരമാണ് എല്ലാവർക്കും. ടീച്ചറമ്മ എങ്ങും വരുന്നില്ല. ഞങ്ങൾ പൊന്നു പോലെ നോക്കിക്കോളാം. സ്നേഹസദനത്തിന്റെ വിളക്കാണ് അമ്മയാണ് ഞങ്ങളുടെ ടീച്ചറമ്മ. അമ്മച്ചി, അമ്മച്ചി, അമ്മച്ചി എന്റെ കൂടെ വരുവാൻ എന്റെ ഇച്ഛായിനും അതാണ് ആഗ്രഹം. സ്വന്തം അമ്മയെ പോലെ എന്നെ സ്നേഹിച്ച അമ്മച്ചിയുടെ സ്നേഹം ഇച്ഛായിനും അനുഭവിക്കണം. അമ്മച്ചി ഞങ്ങളുടെ കൂടെ വരും, ഞങ്ങളുടെ അമ്മയായിട്ട്. അമ്മച്ചിയുടെ മക്കളുള്ളപ്പോൾ ഇത് എങ്ങനെ പറയും അമ്മച്ചിയോട് എന്നോർത്ത് ഉരുകയായിരുന്നു ഞാൻ. ശരി മോളെ, ഞാൻ നിന്റെ കൂടെ വരാം. എനിക്കറിയാം നിന്റെ സ്നേഹം നിങ്ങൾക്കൊരു ഭാരമാകുമ്പോൾ എന്നെ ഇവിടെ കൊണ്ട് വിട്ടാ മതി. അമ്മച്ചി ഞങ്ങളോട് ക്ഷമിക്കണേ അമ്മച്ചി, ഞങ്ങളുടെ കൂടെ വരണേ. ഇല്ല മക്കളെ, ഇവളും എനിക്ക് നിങ്ങളെ പോലെയാണ്. നിങ്ങൾ സുഖമായിരിക്കുന്നുവെന്ന് അറിഞ്ഞാൽ മതി എനിക്ക്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അമ്മച്ചിയുടെ പ്രാർത്ഥന എന്നും ഉണ്ടായിരിക്കും. ഇതറിഞ്ഞ് സ്നേഹസദനത്തിന്റെ സൂപ്രണ്ടും നമ്മുടെ വികാരിയുമായ സ്റ്റീഫനച്ചൻ വരുന്നുണ്ട്. അച്ഛന് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. സ്നേഹസദനത്തിന്റെ സൂപ്രണ്ടായി എന്നെ സൺഡേ സ്കൂൾ അധ്യാപകർ ഇവിടെ അവതരിപ്പിച്ചപ്പോൾ വളരെ സന്തോഷമാണ് ഉള്ളത്. നമുക്ക് വേണ്ടി മഴയും മഞ്ഞും വെയിലും കൊണ്ടവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അവരെ ഒരു കാരണവശാലും ഒരു സാഹചര്യത്തിലും ഉപേക്ഷിക്കരുത് എന്നുള്ളതാണ് പാഠം നമുക്ക് നൽകുന്നത്. നമ്മുടെ കൊച്ചുമക്കൾ വളരെ ജ്ഞാനമുള്ളവരാണ്, വളരുന്നവരാണ്. പക്ഷെ ആധുനികമായ എല്ലാ സംവിധാനങ്ങളും അവർ ഉപയോഗിക്കുമ്പോൾ കുടുംബത്തിലേക്ക് നോക്കുവാനും കുടുംബത്തിലെ അംഗങ്ങളോടൊപ്പം ഒത്തുചേർന്ന് നിൽക്കുവാനും കഴിയുന്ന ഒരു സാഹചര്യത്തിൽ കൂടി കുഞ്ഞുങ്ങൾ വളരേണ്ടതുണ്ട്. മൊബൈൽ ഫോണിന് അഡിക്റ്റായി കഴിയുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ സ്കിറ്റ് കൂടുതലായി ഉണർത്തുവാൻ തക്കവണ്ണം ഇടവരട്ടെ. പലർക്കും വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ ഒരു ഭാരമായി വരുന്ന ഈ ലോകത്ത് ഈ അവതരണം അവർക്കൊരു ഉണർത്തുപാട്ടായി മാറട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി സർവ്വതും ത്യാഗങ്ങൾ ഏറ്റെടുത്ത് നമ്മെ വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾക്ക് വാർദ്ധക്യ സഹജമായ സാഹചര്യങ്ങളിൽ അവർക്ക് ആശ്വാസത്തിന്റെയും കരുണയുടെയും സ്പർശമായി നിന്നുകൊണ്ട് അവർക്ക് നല്ല ചിറകുകൾ വിരിക്കുവാൻ മക്കൾക്ക് സാധിക്കട്ടെ. അതിനായിരിക്കണം പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യം. മറ്റെന്തിനേക്കാളും അതിന് പ്രഥമ പരിഗണന കൊടുക്കുമ്പോൾ സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.